ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ബിസിനസ് തുടങ്ങി പോകുമ്പോൾ അതിൻ്റെ അകത്ത് 70% ആ ജനറേഷന് അടുത്ത ജനറേഷനിലേക്ക് സക്സസ്ഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇതിന് മാറ്റമില്ല. സർ, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഈ ഫാമിലി ബിസിനസ്സിൽ സക്സഷൻ റേറ്റ് വളരെ കുറവാണെന്ന്. ശരിക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്രയാണെന്ന് പറയാമോ? ഓക്കെ, പെർസെൻറ്റേജും അതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ പറയാം. ഇത് ബിസിനസ് ഉള്ള കാലം മുതലുള്ള ഒരു പെർസെൻറ്റേജാണ്. ഇത് ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഇതിന് മാറ്റമില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മാതിരി 80% ബിസിനസ്സും ഫാമിലി റൺ ബിസിനസ്സുകളാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫാമിലി എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനിൽ ഒരാൾ തുടങ്ങുന്നു, അങ്ങനെയുള്ള ഒരു ഫാമിലി ബിസിനസ് തുടങ്ങാൻ പറ്റും. ഈ ബിസിനസ് തുടങ്ങുന്ന ആളുടെ ആഗ്രഹം തീർച്ചയായിട്ടും ഇത് കാലങ്ങളോളം നിൽക്കണം എന്നുള്ളതാണ്. അതൊരു സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഈ തുടങ്ങുന്ന ആൾ ഈ ബിസിനസ് വളർത്തി ഒരു സ്റ്റേജിൽ എത്തിച്ച് അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യം. പക്ഷേ ഇതിനുള്ള പോസിബിലിറ്റി, അതായത് ഇത് വിജയിച്ച് എത്തിക്കാനുള്ള പോസിബിലിറ്റി 30% ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ബിസിനസ് തുടങ്ങി പോകുമ്പോൾ അതിൻ്റെ അകത്ത് 70% ആ ജനറേഷന് അടുത്ത ജനറേഷനിലേക്ക് സക്സസ്ഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇതിന് മാറ്റമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതിൽ വരും, നമുക്ക് 30 പോകണോ 70 പോകണോ എന്നുള്ളത് തുടക്കം മുതലേ അത് ആലോചിച്ച് പോകണം. അല്ലെങ്കിൽ പല കോമ്പറ്റേറ്റീവ് എക്സാമിനെ കണ്ടിട്ടുണ്ട്, ഇത്ര സീറ്റേ ഉള്ളൂ, IIMൽ ഇത്ര സീറ്റേ ഉള്ളൂ, IITയിൽ ഇത്ര സീറ്റേ ഉള്ളൂ. എലിജിബിളായിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും, എലിജിബിളാണ് നമുക്ക് തോന്നുന്ന ഒത്തിരി പേരുണ്ടാവും. പക്ഷേ അതിൽ ലിമിറ്റഡ് ആണ്. അതേ റൂൾ ഇവിടെ സ്ക്വയർലി ആപ്ലിക്കബിൾ ആണ്. 70-ലോ 30-ലോ നിൽക്കണമെന്നുള്ളത് ആ തുടങ്ങുന്ന ആളുടെ വിഷനും അയാളുടെ പ്ലാനിങ്ങും അയാളുടെ തിങ്കിങ്ങും പോലെ ഇരിക്കും. അതായത് 30% മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അത് ഫസ്റ്റ് ജനറേഷനിൽ. ഇനി അടുത്ത ജനറേഷൻ ഉണ്ടല്ലോ, ഇത് കഴിയുമ്പോൾ അതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ 15%. സെക്കൻഡ് ജനറേഷൻ ടു തേർഡ് ജനറേഷൻ സക്സസ്ഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. ഇനി അത് കഴിഞ്ഞാൽ അനുവർഷം ഞെട്ടിപ്പോവും, 3% അല്ലെങ്കിൽ 4% ഉള്ളൂ തേർഡ് ജനറേഷൻ. ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എത്ര സെഞ്ച്വറീസ് ബാക്കിലേക്ക് എടുത്താലും ഇതാണ് അതിൻ്റെ ഫാക്ട്സ്. ഇതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഇങ്ങനെ ഈ റേഷ്യോ കുറഞ്ഞു വരാൻ? ഇതിന് കാരണങ്ങളേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഫസ്റ്റ് ജനറേഷനിൽ ഇതെങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ എൻവിസേജ് ചെയ്യുന്നു, എങ്ങനെ ഇത് റൺ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൻ്റെ കൾച്ചർ, അതിൻ്റെ വാല്യൂ സിസ്റ്റംസ്, അതിൻ്റെ നടത്തിപ്പെല്ലാം പോകുന്നത്. അതിലൊരു ഒരു വ്യക്തതയും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ സാറിന് ഉണ്ടാവില്ല. പക്ഷെ ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഈ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു മേജർ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു പോകാം. അതായത് ഏറ്റവും പ്രധാനം ഒരു വിഷൻ ഇല്ലായ്മയാണ്. നമുക്ക് ദീർഘവീക്ഷണമില്ല എന്നുള്ളതാണ്. തൽക്കാലം തുടങ്ങുന്നു, ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി മുന്നോട്ട് കാണുന്നില്ല. പോയിന്റ് നമ്പർ 1. പിന്നെ വാല്യൂ സിസ്റ്റംസ്, അത് നടത്തുന്ന ആൾക്കാരുടെയും ആ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിലേക്കുള്ള മൂല്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാണാവുന്നത് ഫാമിലി ബിസിനസ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫാമിലി ബിസിനസ് തന്നെ കാണുന്നത് യൂണിറ്റി. ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പോവും. അപ്പോൾ യൂണിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് പോവാം. പിന്നെ അറിയാവുന്ന ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ അതാത് സമയത്ത് അതിൻ്റേതായ സ്റ്റേജുകളിൽ ചേഞ്ചുകളും സ്ട്രക്ചറൽ ചേഞ്ചുകളും എല്ലാം വരണം. പ്രൊഫഷണലിസം, നമ്മൾ കാണുന്നതാണ് ലോകം എന്ന് വിചാരിച്ച് ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകും. നമുക്ക് ഔട്ട്സൈഡ് പ്രൊഫഷണൽസ്, നല്ല നല്ല ആൾക്കാരുടെ അഡ്വൈസ്, ചേഞ്ചുകൾ വരുത്തേണ്ട സമയം, ഇതൊന്നും ചെയ്യില്ല. അപ്പോൾ പ്രൊഫഷണലിസം ഇല്ലാത്തത് വേറെ റീസണാണ്. പിന്നെ ഒരു റീസൺ എന്ന് പറയാൻ പോകുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നമ്മളൊരു ബിസിനസ്സിൽ തുടങ്ങുന്നു, അതൊക്കെ മുന്നോട്ട് പോകുന്നു, നമ്മൾ ലോകത്തെ പറ്റി ആലോചിക്കണം. വേറെ ഈ സെറ്റപ്പിൽ തന്നെ നമുക്ക് വേറെ എന്തെല്ലാം ബിസിനസ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാം. ഇതേ കോസ്റ്റിൽ തന്നെ ഇതേ മിഷനറി തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് പോസിബിൾ ഏരിയയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാം. പിന്നെ ഒരു കാരണം ഉള്ളത് ഇന്നൊവേഷൻ. നമ്മൾ ഇതേ പഴയ മോഡലിൽ ഓടിച്ചുകൊണ്ട് പോകാണ്ട് ലോകം എന്താണെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് കോമ്പറ്റീറ്റർ എന്താണെന്ന് മനസ്സിലാക്കി ഈ ഒരു ഇന്നൊവേറ്റീവ് ഐഡിയാസ്, ഇന്നൊവേറ്റീവ് മൈൻഡോട് കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് ഡിജിറ്റലൈസേഷൻ, അതായത് അതിൻ്റെ മെക്കാനൈസേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ എലമെൻറ്റ് കഴിയുന്നതും കുറച്ചിട്ട് കോസ്റ്റ് കുറയ്ക്കലും, ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. ഇതിലൊക്കെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം സംസാരിച്ച കാര്യം, സക്സഷൻ പ്ലാനിങ്ങേ ഉണ്ടാവില്ല. ചില ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഉടമസ്ഥർ വിചാരിക്കണേ ഞാനൊരു 10-200 കൊല്ലം ഇത് ഓടിച്ചോളും, എനിക്കിതൊന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പോണത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സക്സഷൻ റേറ്റ് ഇത്രയും കുറഞ്ഞു പോകാനുള്ള കാരണം. ഇത് ഏതാത് സമയങ്ങളിൽ ആരൊക്കെ പ്രിക്കോഷൻസ് എടുക്കണോ, ആക്ഷൻസ് എടുക്കണോ, കണ്ണു തുറന്ന് നോക്കി
ഇത് മുന്നോട്ട് അത് മീൻസ് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നുന്നു രീതിയിൽ എത്തുന്നവർക്ക് വിജയിക്കും. ഇനി ഒരു പോയിൻ്റോടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. ഇത് അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, സക്സഷൻ. അതാ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും തിങ്ക് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.